ഹലോ ഗൈസ്, വിജയ് സേതുപതി അദ്ദേഹത്തിന്റെ 50ാമത്തെ സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ട്. മഹാരാജ, ഡയറക്റ്റഡ് ബൈ നിതിലൻ സ്വാമിനാഥൻ, റൈറ്ററും അദ്ദേഹം തന്നെയാണ്. ആ സിനിമയിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ്. ഇതൊരു ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടൊരു രീതിയിലാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ നോർമൽ ഒരു സ്റ്റോറിയാണ്, പക്ഷെ ഇതിനെ അവര് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ബ്യൂട്ടി. ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ എടുത്തുകൊണ്ടാണ് ഈ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണവും. ആൾക്ക് നമ്മൾ കാണുന്ന ഓഡിയൻസിനെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്റർവെൽ വരെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പേര് നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും, ഇതെന്താണ് അവർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്തായിരിക്കും, ഇങ്ങോട്ടാണ് പോകുന്നത്. ബട്ട് അതിനെല്ലാം ഒരു ആൻസർ ക്ലൈമാക്സിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന രീതി തന്നെയാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു സിനിമയുടെ എന്ന് തന്നെ പറയാം. പിന്നെ വിജയ് സേതുപതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ കുറച്ച് ടോപ്പ് നോച്ചിൽ തന്നെ നിൽക്കും. ആ ഒരു രീതിയിൽ തന്നെ അദ്ദേഹം ഇതിൽ ഭയങ്കരമായിട്ട് അഴിഞ്ഞാടി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കൂടെ കട്ടയ്ക്ക് അനുരാഗ് കശ്യപ് ഉണ്ടായിരുന്നു. അനുരാഗ് കശ്യപ് ആദ്യമൊക്കെ ഒരു ഭയങ്കര അഭിനയ മുഹൂർത്തങ്ങൾ ഇല്ലെങ്കിലും ക്ലൈമാക്സിൽ എത്തിയപ്പോൾ എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത പ്രകടനം തന്നെയായിരുന്നു. അത് കണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കണം. പിന്നെ വയലൻസ് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ബ്രൂട്ടൽ ആയിട്ടുള്ള ഫൈറ്റ്സ്, ആക്ഷൻസിന്റെ ഇടയിലുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള സീൻസ്, കുറെ സീൻസ് അങ്ങനെ ഉണ്ട്. എനിക്ക് ചിലപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അത് ദഹിക്കണമെന്നില്ല. കുറച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന സീൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ വയലൻസ് പരമായിട്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്തു. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് പാറ്റേൺ ആണ്. എഡിറ്റർ ഫിലോമിൻ രാജാണ്. ഫിലോമിൻ രാജ് അറിയാലോ, ലോകേഷിന്റെ ടീമിലുള്ളതാണ്. കൈദി, ലിയോ, വിക്രം, അങ്ങനെ ഒരുപാട് സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ടെക്നിക്കലായിട്ട് നോളജ് ഉള്ള ഒരു ആളാണ്. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. കാരണം ഇത് എഡിറ്റിംഗ് പാറ്റേണിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോ അദ്ദേഹം ഒരു ബ്രില്യന്റ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്, എഡിറ്റർ ഫിലോമിൻ രാജ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ലോക്നാഥാണ്. അപ്പൊ ഇതിൽ എടുത്തു പറയാനായിട്ട് സോങ്സ് ഇല്ല എങ്കിലും ബാക്കി മ്യൂസിക് പരമായിട്ടുള്ള വർക്കെല്ലാം ഗംഭീരമായിരുന്നു. കണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സീനിന്റെ ഇന്റൻസിറ്റി കറക്റ്റ് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. മ്യൂസിക് കിടിലമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു വർക്ക് സിനിമാറ്റോഗ്രഫിയാണ്. ഇതിന്റെ ക്യാമറ വർക്ക്സ് ദിനേശ് പുരുഷോത്തമനാണ്. എന്ത് പറയാൻ, ആക്ഷനിലായാലും ആ ഒരു സിനിമയുടെ ആ ഒരു ആംബിയൻസും ഒരു ജോഗ്രഫിയും നമുക്ക് കറക്റ്റ് മാച്ച് ചെയ്ത് സിനിമാറ്റോഗ്രഫിയിലൂടെ തന്നിട്ടുണ്ട്. കളർ ഗ്രേഡിങ് ആയാലും എല്ലാം പ്രോപ്പർ ആയിരുന്നു. കറക്റ്റ് ഒരു ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളത് തന്നെ കിട്ടിയിട്ടുണ്ട്. ക്ലൈമാക്സ് എത്തിയപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു പേസിലേക്ക് ഈ ഒരു സിനിമ കൊണ്ടെത്തിച്ചെന്ന് തന്നെ പറയാം. ഒരു കണക്കിന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ വില്ലന് ഇതിലപ്പുറം ഇനി ഒരു ശിക്ഷ ഇതിലപ്പുറം ഇനി കിട്ടാനില്ല അങ്ങനെ തന്നെ തോന്നും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ വേറൊരു സൈഡ് നോക്കുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ കിട്ടിയോ, ആ ഒരു ഹോണ്ടിങ് നമുക്ക് തോന്നും. അപ്പൊ രണ്ടും കൂടെ ഒരു മിക്സ് ചെയ്ത ഒരു ടോപ്പ് നോച്ചായിരുന്നു ഇതിന്റെ ക്ലൈമാക്സ്. നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടായിരുന്ന എല്ലാ ചോദ്യത്തിനുള്ള ആൻസർ ക്ലൈമാക്സിൽ കിട്ടുന്നുണ്ട്. ടോപ്പ് ലെവലായിരുന്നു. മിക്ക നടന്മാരും ഈ 25ാമത്തെ 50ാമത്തെ മൂവിയൊക്കെ ഒരു ഭയങ്കര കളക്ഷനും ഭയങ്കര എല്ലാ ആൾക്കാരും ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു സിനിമയായിരിക്കും കൂടുതൽ എടുക്കണം. മാസും പാട്ടും 5-6 പാട്ടും ഒക്കെ ഉള്ള. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ അദ്ദേഹം പെർഫോമൻസ് ചെയ്താൽ മതി. ഈ ഒരു സിനിമയിൽ ആ ഒരു മോട്ടീവോടെ കറക്റ്റ് എടുത്തൊരു സിനിമയാണ്. തമിഴിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 2024 ഇറങ്ങിയതിൽ ഒരു ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. ഈ ഒരു ഇയറിലെ ബെസ്റ്റ് മൂവി ആയിരിക്കും ഈ ഒരു മഹാരാജ. പിന്നെ ഈ ഒരു സിനിമ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്വിസ്റ്റുകൾ തരുന്നുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സിനിമയെ നമുക്ക് ഇഷ്ടപ്പെടും. ഒരു ഡാർക്ക് ത്രില്ലർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു സിനിമ. പിന്നെ ഈ മൂവി റൈറ്റിംഗ് വൈസ് ഒരുപാട് ചർച്ച ചെയ്യും. ബ്രില്യന്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ്. വിജയ് സേതുപതിയുടെ മോളായിട്ട് അഭിനയിച്ചൊരു കുട്ടിയുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ നല്ലൊരു ബോൾഡ് ക്യാരക്ടറാണ്. ആ കുട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിരാമി ആയാലും നമുക്ക് കണക്ട് ആവും പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ. അങ്ങനെ പെർഫോമൻസ് വൈസ് എല്ലാവരും 100 മാർക്സ് കൊടുക്കാം. പിന്നെ ബാക്കി അങ്ങനെ ആ പോലീസായിട്ട് വന്ന എല്ലാവരും ഭയങ്കരമായിട്ട് തന്നെ അവർ അഭിനയിച്ചു. അപ്പൊ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുന്ന ഈ ഒരു സിനിമ. ഇപ്പൊ എന്തായാലും നിതിലൻ സ്വാമിനാഥൻ അദ്ദേഹം 7 വർഷത്തോളം കാത്തിരുന്ന് സെക്കൻഡ് മൂവി എടുത്തതാണ്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഈ ഒരു സിനിമ നമുക്ക് ആസ്വദിച്ച് ഇരുന്ന് കാണാൻ പറ്റും. ഒരു പ്യുവർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് എല്ലാ സിനിമയും കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കയറുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.